ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്വില്ലിംഗ് പേപ്പർ കൊണ്ട് ഒരു പെൻഡൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ടൂളാണിത്. ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിലില്ലെങ്കിൽ നമുക്കിതിന് പകരം ഒരു ടൂത്ത് പിക്ക് എടുക്കാം, പിന്നെ ക്വില്ലിംഗ് പേപ്പർ 5mm പിന്നെ പശ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഈ പേപ്പറിൻ്റെ ടൂൾ എടുത്ത് ആ ടൂളിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ക്വില്ലിംഗ് പേപ്പർ കയറ്റണം. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കണം. ഇത് ഫുൾ ചുരുട്ടിയതിന് ശേഷം നമ്മളിത് ഒരെടുക്കണം. ഒരെടുത്തിട്ട് ഒന്ന് നൈസായിട്ട് ലൂസാക്കി കൊടുക്കണം. കാരണം അതൊന്ന് ലെവൽ ചെയ്യണം, ചെറുതായിട്ട് പൊങ്ങി തന്നുകരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് പശ തേച്ച് അത് ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ മാലയുടെ പെൻഡൻറ്റ് എന്തുമാത്രം വലുപ്പമാണോ വേണ്ടത് അത്രയും വലുപ്പത്തിനടുത്ത് നമ്മൾ ചുറ്റണം. ഇപ്പോൾ ചുറ്റേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിപ്പം നമ്മൾ പശ ഒട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ എൻഡിങ്ങിൽ വെച്ച് തന്നെ അടുത്ത പേപ്പർ ഒട്ടിക്കണം. എന്നിട്ട് അത് ചുരുട്ടി കൊടുക്കണം. അങ്ങനെ എന്തുമാത്രം വലുപ്പം വേണോ അത്രയും വലുപ്പത്തിന് പേപ്പർ ചുറ്റിക്കൊണ്ടേ ഇരിക്കുക. കണ്ടോ, ഞാനിപ്പോൾ ഇത്രയും വലുപ്പമുള്ള എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ബൾജ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ബൾജാവും. എന്നിട്ട് ഇത് ലൂസായി പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തെ ഭാഗത്ത് നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കണം. പശ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞ് വേണം ബാക്കി നമുക്ക് ചെയ്യാൻ. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കണ്ടേ, അതിന് വേണ്ടി നമ്മൾ ഒരു ക്വില്ലിംഗ് പേപ്പർ രണ്ടായിട്ട് മടക്കി മുറിച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഈ പേപ്പർ ചുരുട്ടിയ പോലെ ചുരുട്ടിയിട്ട് ഒന്ന് ലൂസ് ചെയ്ത് അതിൻ്റെ സൈഡ് കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു മഴത്തുള്ളിയുടെ പോലത്തെ ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ഷേപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതുണ്ടാക്കിയതേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ പശ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പ് റെഡിയാവും. ഇങ്ങനെ ഒരു 10-15 നമ്മൾ ഉണ്ടാക്കണം. കണ്ടോ, ഞാനിപ്പോൾ ഇത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം നമ്മുടെ ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയ ഇതിൽ നമ്മൾ കുറച്ച് പശ ഇതുപോലെ സൈഡിൽ തേച്ചിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞു ഡിസൈൻസ് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഡിസൈനിലാണ് എൻ്റെ പെൻഡൻറ്റ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വട്ടക്കണ്ണി കോർക്കണം. മാലയുടെ ചെയിൻ കോർത്തിടാൻ വേണ്ടി നമുക്ക് ഒരു വട്ടക്കണ്ണി പോലൊരു സാധനം വെക്കണം. അതിന് വേണ്ടി മേളിൽ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യണം, ഒരു പേപ്പർ ചുരുട്ടി റൗണ്ടിൽ. ഇനി ഞാൻ കുറച്ച് മുത്ത് വെക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഇതുപോലെ ഫെവിക്കോള് അതിന് മുത്ത് നമുക്ക് എവിടേക്കാണോ വെക്കേണ്ടത് അവിടെയൊക്കെ വെക്കാനായിട്ട് കുറച്ച് പശ വെച്ചിട്ട് നമുക്ക് മുത്തിട്ട് കൊടുക്കാം. നമ്മുടെ മുത്തും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പെൻഡൻറ്റ് റെഡി ആയിക്കഴിഞ്ഞ്. പിന്നെ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്